ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവാണ് ജെയിംസ് രണ്ടാമൻ. അടുത്ത്, ഇന്ത്യയെ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രമായിരുന്ന സൂററ്റ്. ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യം ഇതിലേതാണ്? ഇതിൽ ഡച്ചുകാരുടെ കോളനിയായിരുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. ശിപായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തിൽ ലക്നൌവിൽ നയിച്ചത് ആരാണ്? ബിഹാ ഹസ്രത്ത് മകൾ. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2021 വേദി ദുബായ്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ. ലോക്താക് തടാകം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരാണ്. ലോക്താക് തടാകം മണിപ്പൂർ. ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂട് കാറ്റാണ് ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കര പാടം ജാറിയ. സ്പേസ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേര് ഇൻസ്പിറേഷൻ 4. താഴെ പറയുന്ന പ്രസ്താവന ഏതാണ് തെറ്റെന്ന് പറയുന്നത് 2, 3 തെറ്റാണ്. 1 ശരിയാണ്. സുസ്ഥിര വികസനം പരിസ്ഥിതി സൗഹാർദ്ദപരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷമുള്ള നിരീക്ഷണങ്ങൾ ചുവടെ ചേർക്കുന്നു. ഇവിടെ 1, പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപവും വർദ്ധിച്ചു. ഔട്ട്സോഴ്സിംഗ് അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. തൊഴിൽരഹിത വളർച്ച നിലനിൽക്കുന്നു. അടുത്ത ക്വസ്റ്റ്യന്, താഴെ പറയുന്ന സംഘടിത മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ത്? ആൻസർ എന്ന് പറയുന്നത് തൊഴിൽ നിബന്ധനകൾ നിശ്ചയിച്ചിരിക്കുന്നു. ഗവൺമെൻറ് നിയന്ത്രണമുണ്ട്. ധാരാളം സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. അപ്പം സംഘടിത മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തൊഴിൽ നിബന്ധനകൾ നിശ്ചയിച്ചിരിക്കുന്നു, ഗവൺമെൻറ് നിയന്ത്രണമുണ്ട്, ധാരാളം സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക. ആബിദ് ഹുസൈൻ കമ്മീഷൻ എന്ന് വെച്ചാൽ വ്യാപാര നയ പരിഷ്കരണമാണ്. ബ്രെഡ്ലാൻഡ് കമ്മീഷൻ എന്ന് വെച്ചാൽ സുസ്ഥിര വികസനം. ബ്രെഡ്ലാൻഡ് കമ്മീഷൻ സുസ്ഥിര വികസനം. ആബിദ് ഹുസൈൻ കമ്മീഷൻ എന്ന് പറയുന്നത് വ്യാപാര നയ പരിഷ്കരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2020-21 സാമ്പത്തിക സർവേ പ്രകാരം 2021-22 സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 11%. ഇന്ത്യ ഭരണഘടന തിരശ്ശീല രേഖ എന്നെ പൽക്കി ബാല വിശേഷിപ്പിച്ചത് ആമുഖമാണ്. ഇന്ത്യയെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷനാണ് PK തുങ്കൻ കമ്മിറ്റി. മൗലികാവകാശം സംരക്ഷിക്കുന്നതിനുള്ള റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദമാണ് സുപ്രീംകോടതിക്ക് അനുച്ഛേദം 32. രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ സ്വാധീനത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ്? നിർദ്ദേശ തത്വങ്ങൾ അയർലൻഡ്. സുപ്രീം കോടതി ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് NV രമണയാണ് ഇതിലെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരമാണ് പാട്ട വിളംബരം. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. പരിസ്ഥിതി സംഘടനയായ IUCNൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ്. കോവിഡ് രോഗിയായ SARS-CoV-2 ജനിതകപരമായ ഏതിനം വൈറസാണ്? RNA വൈറസ്. BCG വാക്സിൻ ഏത് രോഗപ്രതിരോധത്തിന് വേണ്ടിയാണ്? ക്ഷയം. കരമാലിന്യ സംസ്കരണത്തിലെ മികവിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാരിൻ്റെ ശുചിത്വ പുരസ്കാരമാണ് നവകേരള പുരസ്കാരം. ഒരു ബസ് റിയർവ്യൂ മിററായി ഉപയോഗിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 0.5 മീറ്ററാണ്. ഇതിൻ്റെ വക്രത ആരം എന്ന് വെച്ചാൽ 1 മീറ്ററാണ്. ധ്രുവപ്രദേശത്ത് നിന്ന് ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് പോകുന്തോറും ഭൂഗർഭ ത്വരണത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് കുറയുന്നു. ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം സമയത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിൻ്റെ ചലനം സമത്വരണമാണ്. അഷ്ടക നിയമം പാലിക്കാത്ത 0 ഗ്രൂപ്പ് മൂലകമാണ് ഹീലിയം. ഡയമണ്ടിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം നൈട്രജൻ ആണ്. ഡയമണ്ടിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം നൈട്രജൻ. അഷ്ടക നിയമം പാലിക്കാത്ത 0 ഗ്രൂപ്പ് മൂലകമാണ് ഹീലിയം. ഒന്നാം ലോക മഹായുദ്ധത്തെ രാസായുധമായി ഉപയോഗിച്ച മൂലകം ക്ലോറിനാണ്. കാൽ എന്ന മനോഹരമായ സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ പാകിയ വ്യക്തിയാണ് അമീർ ഖുസ്രോ.
കായിക രംഗത്തെ മികച്ച പ്രകടനത്തിന് ഇന്ത്യയെ നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡാണ് മേജർ ധ്യാൻ ചന്ദ് ഖേൽരത്ന അവാർഡ്. ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം MT വാസുദേവൻ നായരുടെ ഏത് കൃതിയുമായി ബന്ധപ്പെട്ടതാണ്? അസുരവിത്ത്. അയ്യങ്കാളി വള്ളംകളി ഏത് കായലിൽ? വെള്ളായണിക്കായൽ. ടോക്കിയോ പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ ഇന്ത്യൻ വനിത അവനി ലേഖര. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. മാൻ്റെ പൂർണ്ണരൂപം എന്ന് വെച്ചാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മോസില്ല ഫയർഫോക്സ് എന്തിന് ഉദാഹരണമാണ്? മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നത് ബ്രൗസറിന് ഉദാഹരണമാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവിഗേഷൻ ആവശ്യങ്ങൾക്ക് ISRO തദ്ദേശീയമായി വികസിച്ച സിസ്റ്റം ഇവയിൽ IRNSS ആണ്. താഴെ പറയുന്നവയെ വളറ്റീവ് മെമ്മറി എന്ന് പറയുന്നത് RAM ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റു കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുവാനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തതാര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പോൾ അംഗങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. താഴെ കൊടുത്തിരിക്കുന്ന 2005 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതല